എനിക്കൊരു 99.7% ഉറപ്പുണ്ട് നിങ്ങൾ ഫോണിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളിരിക്കുന്നത്. അതിനകത്ത് തന്നെ ബാക്കിയുള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടി അങ്ങ് ആഡ് ചെയ്ത് പറയാം. നോമോഫോബിയ, അതായത് നോ മൊബൈൽ ഫോൺ ഫോബിയ. ഫോൺ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആദ്യം അയ്യോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ടെൻഷൻ. പിന്നെയുള്ളത് ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം, അതായത് നമ്മുടെ ഫോൺ ഒന്നെങ്കിൽ വൈബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിങ് ആവുകയാണെന്ന് നമുക്ക് ഒരു ഹാലുസിനേഷൻ അല്ലെങ്കിൽ ഒരു തോന്നലുണ്ടാവാം. അപ്പോൾ വീണ്ടും നമ്മൾ ഫോൺ എടുത്ത് ചെക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഡിജിറ്റൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡയറ്റ്. നമ്മൾ കുറച്ച് സമയത്തേക്ക് ഫോൺ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതിനായിട്ട് നമുക്ക് ഇൻബിൽറ്റ് ആപ്സ് ഉണ്ട്, തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട്. അതുവഴി സ്ക്രീൻ ടൈം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും ഫോൺ ഓഫ് ചെയ്ത് വെക്കാനോ കോൾസ് അറ്റൻഡ് ചെയ്യാനോ ടെക്സ്റ്റ് റിപ്ലൈ ചെയ്യാതിരിക്കാനോ കഴിയില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡൂം സ്ക്രോളിങ് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്താലേ പറ്റൂ. ആ ഫോൺ പതിയെ ഡിസ്റ്റൻസ് ആക്കി കീപ്പ് ചെയ്യുക എന്നുള്ളത് ആൻഡ് സിമ്പിൾ. അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ബുക്ക് വായിച്ചതിന് ശേഷം മാത്രമേ ഫോൺ തിരിച്ച് വീണ്ടും എടുത്ത് നോക്കൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൈൽഡ് എക്സസൈസ് റൂമിൽ തന്നെ ഒരു 5 വട്ടം അല്ലെങ്കിൽ മറ്റേ ഇൻഫിനിറ്റി വാക്ക് നടന്നതിന് ശേഷം മാത്രമേ ഞാൻ വീണ്ടും ഫോൺ എടുക്കൂ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ്സ് എന്നുള്ള ഗ്യാപ്പ് കൂട്ടുക അങ്ങനെ കൊണ്ടുവരിക. എമർജൻസി കോൾ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുക, ഫോൺ വയ്ക്കുക, തിരിച്ച് റിട്ടേൺ ബാക്ക് ടു യുവർ വർക്ക്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ കഴുത്തിൻ്റെ പ്രോബ്ലം ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഫോൺ ഈ രീതിക്ക് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ഐ ലെവലിൽ യൂസ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ഇരുന്ന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഇരുന്ന് യൂസ് ചെയ്യുക. പക്ഷെ പബ്ലിക്കായിട്ട് ഫോൺ കൊണ്ട് ഇങ്ങനെ വെച്ച് യൂസ് ചെയ്താൽ അപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്യണം. അതൊരു സീനാണ്. സ്റ്റിൽ പറ്റുന്ന രീതി യൂസ് ചെയ്യുക. നമുക്ക് റൂമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റേ സ്റ്റാൻഡും കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം ഈ ഫിംഗർ ടിപ്പിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മളതിനൊന്നും മുതിരത്തില്ല. നമ്മുടെ ഒരു ന്യൂട്രൽ പൊസിഷൻ, അതായത് 0 ഡിഗ്രി ആംഗിളിൽ നമ്മുടെ സെർവിക്കൽ സ്പൈൻ, കഴുത്തിന് പുറകിലുള്ള ഈ എല്ലുകൾ നമ്മുടെ ബ്രെയിനും തലയുടെയും ഭാരം ഏകദേശം ബെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 5 to 6 kg കാണും. ഓരോ ആംഗിൾ ഡീവിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ടിൽറ്റിനനുസരിച്ച് ഈ വെയിറ്റ് കൂടി വരും. അങ്ങനെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ചായിരിക്കുന്നത് ഇത് ഏകദേശം ഒരു 60 ഡിഗ്രി ടിൽറ്റ് കാണും. അന്നേരം ഈ ഫുൾ വെയിറ്റ് ഈ കഴുത്തിലേക്ക് വരുന്ന ഒരു 27 kgയുടെ ഒരു റേഞ്ചിൽ വരും. ഫോൺ അഡിക്ഷനൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ സ്ഥിരം ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും അറിയത്തില്ല. നമ്മൾ ഇരുന്നിരുന്ന് ഈ രീതിയിൽ തന്നെ ആയിരിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 27 കിലോ ഭാരം നമ്മുടെ കഴുത്തിൽ ഡെയിലി ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത്രയും വെയിറ്റ് വന്നിട്ട് നമ്മുടെ സെർവിക്കൽ സ്പൈൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പതിയെ വരുമ്പോൾ പെടലി തേയ്മാനം അല്ലെങ്കിൽ പെടലി വേദന, ഷോൾഡർ പെയിൻ, കയ്യിലേക്ക് വേദന വരുന്നു, അല്ലെങ്കിൽ ഫിംഗർ ടിപ്സ് പെരുപ്പ് തരിപ്പ്, കൈയുടെ ഇവിടെ വേദന, അങ്ങനെ പല പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവും. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള, ഇത് മാത്രമല്ല നമ്മുടെ അറ്റൻഷൻ ഡെഫിസിറ്റും ബാക്കി ഫോക്കസ് ഇല്ലായ്മ, അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊബൈൽ ഫോൺ സിൻഡ്രോം. ഫോളോ ദ സോഴ്സ്.